കേരളത്തിലെ സർവകലാശാലകളുടെ വൈസ് ചാൻസലർ നിയമത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന പ്രതിസന്ധി അവസാനിക്കും എന്നുള്ള പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്ന സംഗതികളാണ് ഇപ്പോൾ വെളിപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പലവട്ടം ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞതുപോലെ കേരളത്തിലെ 12 സർവകലാശാലകളിൽ ഇപ്പോൾ പൂർണ്ണസമയ വൈസ് ചാൻസലർമാരില്ല. കേരളത്തിൽ നിയമസഭ പാസാക്കിയ പ്രത്യേക സർവകലാശാല നിയമങ്ങളാണ് എല്ലാ സർവകലാശാലകളിലും പ്രാബല്യത്തിലിരിക്കുന്നത്. അതിൽ തന്നെ വൈവിധ്യങ്ങളുണ്ട്. എല്ലാ സർവകലാശാലകൾക്കും ഒരേ തരത്തിലുള്ള നിയമങ്ങളല്ല പാസാക്കി ഇപ്പോൾ പ്രാബല്യത്തിൽ വച്ചിരിക്കുന്നത്. നേരിയ വ്യത്യാസങ്ങൾ ഈ നിയമങ്ങളിലെല്ലാം, ഈ ആക്ടുകളിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഇപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ ഇടപെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അത്യഭൂതപൂർവമാണ്. സർവകലാശാലകൾ പൊതുവെ സ്വയംഭരണ അവകാശമുള്ള സ്ഥാപനങ്ങളാണ്. ഇന്ത്യയിലുള്ള എല്ലാ സർവകലാശാലകളുടെയും പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന പരമ്പരാഗതമായി ഭരണഘടനാപരമായി നിലനിൽക്കുന്ന സമിതിയാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ അല്ലെങ്കിൽ UGC. UGCയുടെ ചട്ടങ്ങൾക്കനുസരിച്ച് കാലാകാലങ്ങളിൽ അവർ വരുത്തുന്ന പരിഷ്കാരങ്ങൾ അനുസരിച്ചുമാണ് ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളും പ്രവർത്തിക്കുന്നതും പ്രവർത്തിക്കേണ്ടതും. വൈസ് ചാൻസലർ നിയമനം, PVC നിയമനം, അതുപോലെ അധ്യാപക നിയമനം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം കാലാകാലങ്ങളിൽ ചട്ടങ്ങൾ അനുശാസിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. എന്നാൽ ദുഃഖകരം എന്ന് പറയട്ടെ, കേരളത്തിലെ വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങളിൽ വളരെയേറെ പ്രതിസന്ധിയാണ് സാങ്കേതികമായി കുറെ നാളുകളായി നിലനിൽക്കുന്നത്. പൊതുവെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് നിയമിക്കുന്ന സാഹചര്യം വരുമ്പോൾ അതിനായി ചാൻസലർ, അതായത് ഗവർണർ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് രൂപീകരിക്കുന്ന സെർച്ച് കമ്മിറ്റികളാണ് യോഗ്യതയുള്ള വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത്. അപ്പോൾ ഓരോ സർവകലാശാലയിലും സെർച്ച് കമ്മിറ്റികളുടെ ഘടന സംബന്ധിച്ചും മറ്റും UGCയുടെ മേൽനോട്ടമുണ്ട്, മാർഗനിർദ്ദേശങ്ങളുണ്ട്. കേരളത്തിലെ സർവകലാശാലകളിൽ സെർച്ച് കമ്മിറ്റിയിൽ ഒരു 3 പേരാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് സർവകലാശാല നിയമം അനുശാസിക്കുന്നു. അതിൽ ഒന്നാമത്തെ പ്രതിനിധി എന്ന് പറയുന്നത് സർവകലാശാലയുടെ ചാൻസലറായി പ്രവർത്തിക്കുന്ന ഗവർണർ നിർദ്ദേശിക്കുന്ന ഒരു വിദ്യാഭ്യാസ വിദഗ്ധനാണ്. രണ്ടാമത്തെ പ്രതിനിധി എന്ന് പറയുന്നത് ബന്ധപ്പെട്ട സർവകലാശാലയുടെ ഭരണസമിതി ആയിട്ടുള്ള സെനറ്റോ സിൻഡിക്കേറ്റോ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഗവർണേഴ്സോ നിർദ്ദേശിക്കുന്നതായിട്ടുള്ള സർവകലാശാലയുടെ ഒരു പ്രതിനിധി. മൂന്നാമത്തെ പ്രതിനിധി എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ഒരു വിദ്യാഭ്യാസ വിചക്ഷണനാണ്. അങ്ങനെ 3 അംഗ സെർച്ച് കമ്മിറ്റിയാണ് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരായി യോഗ്യതയുള്ള ആളുകളെ കണ്ടെത്തേണ്ടത്. അങ്ങനെ കണ്ടെത്തുന്നതായിട്ടുള്ള ഒരു പാനൽ ചാൻസലർക്ക് സമർപ്പിക്കുകയും ചാൻസലർ അതിനകത്ത് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആളിനെ നിയമിക്കുകയും ചെയ്യുന്ന ഒരു പതിവാണ് കേരളത്തിൽ വർഷങ്ങളായി നിലനിന്നിരുന്നത്. എന്നാൽ അതിനകത്ത് പ്രതിസന്ധികൾ ഉണ്ടാകാൻ മുഖ്യ കാരണം ഭരിക്കുന്ന സർക്കാരിന് സ്വാധീനമുള്ള സർവകലാശാലകളുടെ സമിതികൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രതിനിധികൾ ഭൂരിപക്ഷമുള്ള സമിതികളൊക്കെ ഈ ചാൻസലറുടെ അധികാരത്തെ വെട്ടിക്കുറയ്ക്കണം എന്ന് ആവശ്യപ്പെട്ടതിന്റെ ഫലമായി, അത് വേണ്ട രീതിയിൽ ചാൻസലർ അംഗീകരിക്കാത്തതിന്റെയൊക്കെ ഫലമായി ഈ ബന്ധപ്പെട്ട സർവകലാശാല സമിതികൾ അവരുടെ പ്രതിനിധികളെ ഈ പറയുന്ന സെർച്ച് കമ്മിറ്റിയിലേക്ക് നിയോഗിക്കാതെ ഇരുന്നത് കൊണ്ട് സെർച്ച് കമ്മിറ്റി യഥാർത്ഥത്തിൽ സാങ്കേതികമായി നിയമപരമായി രൂപീകരിക്കപ്പെടാൻ കഴിഞ്ഞില്ല. അതാണ് യഥാർത്ഥത്തിൽ ഈ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ ഉണ്ടാക്കിയ പ്രതിസന്ധിയുടെ മൂല കാരണം. അതിന് രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്. കാരണം സർവകലാശാലകളുടെ ഭരണത്തിൽ അല്ലെങ്കിൽ വൈസ് ചാൻസലർ നിയമനത്തിലൊക്കെ ഈ സർക്കാരിന് താല്പര്യമുള്ള ആളുകൾ ആ സ്ഥാനങ്ങളിൽ വരണം എന്ന ഒരു ഉദ്ദേശം ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് വെളിപ്പെട്ടു വന്നപ്പോഴാണ് ഈ പ്രതിസന്ധി ഗുരുതരമായി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്തകൾ അനുസരിച്ച് 2 സർവകലാശാലകളിൽ വൈസ് ചാൻസലറെ നിയമിക്കാൻ, ഒന്ന് കേരള സാങ്കേതിക സർവകലാശാല, 2 കേരളത്തിലെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. ഈ 2 സർവകലാശാലകളിലാണ് അടിയന്തരമായി വൈസ് ചാൻസലറെ നിയമിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ അതിൽ
തർക്കം പരിഹരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകേണ്ടി വന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ ചാൻസലർ ആയിരിക്കുന്ന ഗവർണറും ഭരിക്കുന്ന ഗവൺമെന്റും തമ്മിലുള്ള ആശയക്കുഴപ്പം, ആശയ സംഘടനം കൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് മുൻപ് ഒരിക്കലും ഉണ്ടാകാത്ത വിധം ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നത്. എന്നാൽ സുപ്രീം കോടതി വളരെ വിചിത്രമായിട്ടുള്ള ഒരു ഉത്തരവാണ് ഈ രണ്ട് സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ പുറപ്പെടുവിച്ചത്. അത് സംഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവനുസരിച്ച് ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനായിട്ടുള്ള ഒരു 5 അംഗ സെർച്ച് കമ്മിറ്റിയെ നിയമിച്ചിരിക്കുകയാണ്. അതിൽ 2 അംഗങ്ങൾ ചാൻസലർ നിർദ്ദേശിച്ചിട്ടുള്ള ആളുകളും 2 അംഗങ്ങൾ ബന്ധപ്പെട്ട ഗവൺമെന്റ് സർക്കാർ നിർദ്ദേശിച്ചതായിട്ടുള്ള ആളുകളുമാണ്. അങ്ങനെ ഈ 5 അംഗ സമിതിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ഒരു റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയാണ്. ഇത് വളരെ അസാധാരണവും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ നിലവിലിരിക്കുന്ന സർവകലാശാലകളുടെ ചട്ടങ്ങൾക്ക് അനുസരിച്ചും UGCയുടെ ചട്ടങ്ങൾക്കനുസരിച്ചും അല്ല. അവിടെയാണ് യഥാർത്ഥത്തിൽ സംഗതികൾ ഇപ്പോൾ കൂടുതൽ സങ്കീർണമായിരിക്കുന്നത്. ഒരു കാലത്തും സുപ്രീം കോടതിയുടെ റിട്ടയർഡ് ജഡ്ജി അധ്യക്ഷം വഹിക്കുന്ന ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സെർച്ച് കമ്മിറ്റിയെ രൂപീകരിക്കാൻ UGC ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ ചാൻസലറുടെ പ്രതിനിധി, അതുപോലെ ഈ യൂണിവേഴ്സിറ്റി സമിതികളുടെ പ്രതിനിധി എന്ന് പറയുന്ന ആ ചട്ടവും ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതിയുടെ ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ചാൻസലറായിട്ടുള്ള ബഹുമാനപ്പെട്ട ഗവർണർ വീണ്ടും ഒരു റിവ്യൂ പെറ്റീഷൻ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. അതിന്റെ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ തീരുമാനം അന്തിമമായി ഉണ്ടായതിനു ശേഷം മാത്രമേ ഈ സെർച്ച് കമ്മിറ്റിക്ക് പ്രവർത്തനം തുടങ്ങാനായി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ സെർച്ച് കമ്മിറ്റി ഒരു രീതിയിൽ രൂപപ്പെട്ടിരിക്കുന്നു എങ്കിലും അവർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് നടപടികൾ ആരംഭിച്ചെങ്കിൽ പോലും അതിന്മേൽ ഇപ്പോൾ ഗവർണർ സുപ്രീം കോടതിയുടെ ഒരു റിവ്യൂ, ഒരു പുനഃപരിശോധന ആവശ്യപ്പെട്ടതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ സെർച്ച് കമ്മിറ്റിയുടെ പ്രവർത്തനം മരവിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാർ ഇല്ലാത്തത് കൊണ്ടുള്ള പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ് എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള സാഹചര്യം. മുൻപൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിസന്ധി കൊണ്ട് ദുരിതം അനുഭവിക്കുന്നത് നിരാഹാരരായിട്ടുള്ള, നിഷ്കളങ്കരായിട്ടുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമാണ് എന്ന സത്യം നാം കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സർവകലാശാലകളുടെ വികസന പ്രവർത്തനങ്ങൾ ഒക്കെ താറുമാറായിരിക്കുകയാണ്. പരീക്ഷ പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാൻ ഒപ്പിടേണ്ട വൈസ് ചാൻസലർമാരില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് പോകുന്നതിന് പ്രയാസങ്ങളുണ്ട്, ജോലി കിട്ടുന്നതിന് പ്രയാസമുണ്ട്. പരീക്ഷകളുടെ നടത്തിപ്പ്, സിലബസ് പരിഷ്കരണം, മൂല്യനിർണയ സമ്പ്രദായം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കേണ്ട സർവകലാശാല സമിതികൾ പോലും നിശ്ചലമായിരിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ നിശ്ചലമായിരിക്കുന്നു. ഗവേഷണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാണ്. ഇതിനെല്ലാം കാരണം പൂർണ്ണസമയ വൈസ് ചാൻസലർമാർ ഇല്ലാത്തതാണ്. കോടിക്കണക്കിന് രൂപ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട സാമ്പത്തിക സഹായവും ഇപ്പോൾ ലഭിക്കാതിരിക്കുന്നു. അതുകൊണ്ട് കാര്യങ്ങൾ പരിഹരിക്കപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിൽ പോലും സുപ്രീം കോടതി വിധിയിലൂടെ ഉണ്ടായിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി ഇപ്പോഴും പരിഹരിക്കപ്പെടാതിരിക്കുകയാണ്. ഗവർണർ യാതൊരു കാരണവശാലും സർക്കാരിന്റെ ഇടപെടൽ വൈസ് ചാൻസലർ നിയമനത്തിൽ ഉണ്ടാകാൻ പാടില്ല. സർവകലാശാലകളുടെ സ്വയംഭരണാധികാരം പരിരക്ഷിക്കണം. അതുപോലെ ചട്ടപ്രകാരം ചാൻസലർക്കുള്ള അധികാരങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നുള്ള വാദത്തിൽ നിൽക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. വൈകാതെ തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകും. ഈ ഡിജിറ്റൽ സർവകലാശാലയുടെയും സാങ്കേതിക സർവകലാശാലയുടെയും പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടുന്നോ അതിനെ ആശ്രയിച്ചായിരിക്കും മറ്റേ 10 സർവകലാശാലകളുടെയും വൈസ് ചാൻസലർ നിയമനം എന്നത് നാം കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു വലിയ, ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത ഒരു പ്രതിസന്ധിയിൽ നിന്ന് വൈകാതെ സർവകലാശാലകൾ മോചിക്കപ്പെടണം എന്നാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും.